എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവന്റെ കണ്ണിൽ കണ്ടു, ഞാൻ എന്റെ കണ്ണിൽ കണ്ടു. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. വേറെ ഒന്നുമല്ല, എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നതോട് ഞാൻ പറയുന്ന കാര്യമാണ്. എനിക്ക് ജെന്യൂൻ ആയിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു റിയൽ വുമൺ അല്ല, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. എൻ്റെ മനസ്സാണ് പെണ്ണിൻ്റെ. എൻ്റെ ശരീരാവയവങ്ങൾ ഞാൻ ഇപ്പൊ കുറെ ബാഡ് കമന്റ്സ് ഇടുന്ന പോലെ മുറിച്ച് വെച്ചതല്ലേ അല്ലെങ്കിൽ കുത്തി വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് ഇടുന്ന പോലെ, യെസ് ഓഫ് കോഴ്സ് എൻ്റെ ബ്രസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ ആർട്ടിഫിഷ്യലാണ്. ഞാനത് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്ത സംഭവമാണ്. അപ്പം അത് ഒരിക്കലും ഞാൻ റിയൽ ആണ്, ഞാൻ റിയൽ വുമൺ ആണ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സ് മാത്രമാണ് റിയൽ വുമൺ. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ കെട്ടാൻ വരുന്നവൻ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ വരുന്നവൻ്റെ അടുത്ത് ഇപ്പം എത്ര ഇതായാലും എനിക്കറിയാൻ പറ്റും പുരുഷന്മാരിനെ കുറിച്ചിട്ട്. ഭാര്യമാർ കിടന്ന് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഉറക്കി കിടത്തിയിട്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. നമ്മുടെ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ ആങ്ങളോ ബ്രദറോ ആരായാലും നമുക്ക് ആമ്പിളരെ മൂടി വെക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പറയുക ചെയ്യുക, നിനക്ക് ഒരു സ്ത്രീയുടെ കൂടെ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ നിനക്ക് സെക്ഷലായിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പോകാം. അത് ഞാൻ എൻ്റെ കണ്ണിൽ കാണാൻ പാടില്ല, എൻ്റെ ചെവിയിൽ കേൾക്കാൻ പാടില്ല. കാരണം ഞാനിത് വീടിനകത്ത് പൂട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം പൂട്ടി വെക്കും? അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് ഫ്രീഡം തരുന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഇടാനുള്ള വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, എനിക്ക് പോകാനുള്ള സ്ഥലങ്ങൾ, എൻ്റെ പ്രൊഫഷനിലൊക്കെ എന്നെ ഫ്രീ ആയിട്ട് വിടുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് വിടും. ഇത് രണ്ടിൻ്റെ ഇടയിലൊരു വിശ്വാസം എന്നുള്ള സാധനമുണ്ട്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന സ്ഥിതിക്ക് ഞാനത് ഡിവോഴ്സ് വേണ്ടാന്ന് വെച്ചതാണ്. കാരണം എൻ്റെ കണ്ണിൽ ഞാൻ പച്ചയ്ക്ക് കണ്ടു ഞാൻ ഈ പറഞ്ഞ സാധനം. അപ്പം അത് ഞങ്ങളെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിനായിട്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്കത് സഹിച്ചില്ല, ഞാൻ അടിച്ചു. എന്നുവെച്ചാൽ കൊടുങ്ങല്ലൂർ അമ്മയൊക്കെ കയറുന്നു പറഞ്ഞ പോലെ തലവലയിൽ കൂടെ സാധനം കയറി. അതുവരെ ഞാൻ താമസിച്ച ബാംഗ്ലൂരിൽ, ഞാൻ താമസിച്ച കോരമംഗല, ബാംഗ്ലൂരിലെ ഗാരപ്പാളയ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച. അവിടെ ആ ഒരു ഏരിയയിൽ 3.5 വർഷമായിട്ട് ഞാനൊരു ട്രാൻസ് വുമൺ ആണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു, അവൻ്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ അമ്മയുടെ മുമ്പിൽ നൈറ്റൊക്കെ ഇട്ട് സിന്ദൂരം തൊട്ട് കാലിൽ നെഞ്ചിയൊക്കെ ഇട്ട് അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ല. സൗണ്ടൊക്കെ കുറച്ച് സംസാരിച്ച് ഒതുങ്ങി 3.5 വർഷം അവന് വേണ്ടിയിട്ട് ഞാൻ ഒതുങ്ങി ജീവിച്ചായിരുന്നു. അന്നത്തെ ആ ഒരു ദിവസം ആ നാട് മൊത്തം ഞാൻ അറിയിച്ചു. അത് ഞാനായിട്ട് അറിയിക്കണമെന്നിട്ടല്ല, ഡിപ്രഷൻ കയറി എനിക്ക് പറ്റുന്നില്ല, ഞാൻ ആകെ പോയി. കാരണം ഫാമിലിയിൽ നിന്ന് 10-16 വയസ്സ് വരെ ഒരുമിച്ച് നിന്നിട്ട് അവിടുന്ന് ഞാൻ ഒറ്റപ്പെട്ടു. അത് കഴിഞ്ഞ് കിട്ടിയ റിലേഷൻ, അതും ഒരു 3.5 വർഷം ഞാൻ ഒതുങ്ങി. പിന്നെ അവിടുന്ന് വീണ്ടും ഒറ്റപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരുപാട് വീണ് എഴുന്നേറ്റാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത്.